ശ്രീ ജ്യോതികുമാർ ചമക്കാല, അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രം ഉറപ്പാക്കാൻ കഴിയുന്ന ഒന്നാണോ വിദ്യാർത്ഥികൾക്കുള്ള നീതി? അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നുള്ളത് എല്ലാ ചർച്ചകൾക്കും എല്ലാ അന്വേഷണങ്ങൾക്കും ശേഷം മാത്രം കാലാകാലങ്ങളിൽ എപ്പോഴെങ്കിലും സാധ്യമാകേണ്ട ഒന്ന് മാത്രമാണോ? അതൊരു രാഷ്ട്രീയ ആവശ്യമാണോ? അതിൽ ധാർമ്മികതയല്ലേ കൂടുതൽ? രാഷ്ട്രീയമായും ധാർമ്മികമായും ധർമ്മേന്ദ്ര പ്രധാന് ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നോക്കൂ, നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി പറയുന്നു, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉൾപ്പെടെയുള്ളവരുടെ പരീക്ഷാ രീതികളെ സംബന്ധിച്ച് അതിന് സുതാര്യത ഉറപ്പുവരുത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഉറപ്പ് നൽകിയത് ബീഹാറിൽ ഉൾപ്പെടെ കടന്നുപോയപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ലഭിച്ചിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രവേശന പരീക്ഷകളുടെ സുതാര്യതയെക്കുറിച്ച് വരെ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞെങ്കിൽ അത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്നും ശ്രീ രാഹുൽ ഗാന്ധി സാധാരണക്കാരുമായി എത്രത്തോളം ഇടപഴകിയെന്നതിൻ്റെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വ്യാപം കുംഭകോണം പോലെ ഇത്തരത്തിലൊരു തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അത് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തെല്ലാം ടെസ്റ്റുകൾ നടത്തുന്നത്, എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചുള്ള JEE എക്സാം നടത്തുന്നവരാണ്, നീറ്റ് എക്സാം നടത്തുന്നവരാണ്, നെറ്റിൻ്റെ എക്സാം നടത്തുന്നവരാണ് അവരാണ്, തുടങ്ങി നിരവധി എൻട്രൻസ് ടെസ്റ്റുകൾ നടത്തുന്നത് അവരാണ്. അപ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ എൻട്രൻസിൻ്റെ രീതിയിലേക്ക് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളുടെ അഡ്മിഷൻ രീതി നേരത്തെ തന്നെ മാറ്റിയിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും അവസാനം 2013 മുതൽ നീറ്റ് എക്സാം നടത്തുവാൻ തീരുമാനിക്കുകയും എന്നാൽ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് 2013, 14, 15 വർഷങ്ങളിൽ ആ പരീക്ഷകൾ നടത്താതിരിക്കുകയും 2016 മുതൽ നിർബന്ധമായും നീറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ അഡ്മിഷൻ നടത്താവൂ എന്ന് കോടതി പറയുകയും ചെയ്തു. സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഒരു റൂട്ടിലൂടെ മാത്രമേ ഇത്തരത്തിൽ നീറ്റ് എക്സാമിലൂടെ പരീക്ഷ കടമ്പ കടന്ന് നമുക്ക് മെഡിസിൻ സ്ട്രീമിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. നമ്മളൊന്ന് കുട്ടികളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. 24 ലക്ഷം കുട്ടികൾ ഒരു വർഷം ഇന്ത്യയിൽ പരീക്ഷ എഴുതുമ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ 12 വർഷത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ 14 വർഷത്തെ വിദ്യാഭ്യാസം, LKG UKG ഉൾപ്പെടെയാണെങ്കിൽ 14 വർഷത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ വളരെ പ്രതീക്ഷയോടുകൂടി ആ പരീക്ഷ എഴുതാൻ വേണ്ടി അവർ നടത്തുന്ന തയ്യാറെടുപ്പുകൾ, ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന ഒരു ആങ്സൈറ്റി, അതുമായി ബന്ധപ്പെട്ട അവരുടെ മാനസിക സംഘർഷം ഒക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ മക്കൾ, നമുക്കെല്ലാവർക്കും ഇത്തരത്തിൽ നീറ്റ് എക്സാം എഴുതിയിട്ടുള്ള ഒരാളെങ്കിലും നമുക്ക് നേരിട്ടറിയാവുന്നവരുണ്ടാകും. അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. പല കുട്ടികളെ സംബന്ധിച്ചും നീറ്റ് എക്സാമിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്, ഒരു അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് വീണ്ടും റിപ്പീറ്റിന് പോകുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയെ സംബന്ധിച്ച്, ഇതിൻ്റെ സുതാര്യതയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇത് ഒരിക്കലും ആരും ടോർപ്പിഡോ ചെയ്യുമെന്ന് ആരും കരുതിക്കൊണ്ടല്ല ഈ പരീക്ഷ. നമ്മൾ ആ പരീക്ഷയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് കുട്ടികൾ പോകുന്നത്. എന്നാൽ ആ കുട്ടികളുടെ വിശ്വാസ്യതയെ തകിടം മറിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നീറ്റ് മാത്രമല്ല, നെറ്റ് എക്സാമിനെ കുറിച്ച് നമുക്ക് അടുത്ത ടൗണിൽ ചർച്ച ചെയ്യുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പോൾ പറയണമെങ്കിൽ ഞാനത് പറയാം. അപ്പോൾ നെറ്റിനെ സംബന്ധിച്ച്, നെറ്റ് നമുക്കറിയാം, CSIRൻ്റെ നെറ്റുണ്ട്, സയൻസ് സബ്ജക്റ്റുകൾക്ക്, ആർട്സ് സബ്ജക്റ്റുകൾക്ക് UGCയുടെ നെറ്റുണ്ട്. ഇതിൻ്റെയും എൻട്രൻസ് നടത്തുന്നവർ തന്നെയാണ്. നെറ്റ് പരീക്ഷ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നേരത്തെ ഉള്ളതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് PhD ഇല്ലാത്തവർക്ക് പോലും നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് നടക്കും. നെറ്റ് നല്ല റാങ്കിൽ പാസ്സായവർക്ക് പിന്നെ JRF ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കും. ഇപ്പോൾ മാത്രമല്ല, പുതിയ നിയമം വന്നിട്ടുണ്ട്. എൻട്രൻസ് PhDക്ക് എൻട്രൻസ് പരീക്ഷകളെല്ലാം ഒഴിവാക്കി ഇത്തരത്തിൽ നെറ്റ് പാസ്സായാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് മാർക്ക് വെച്ചതിന് ശേഷം അത് പാസ്സാകുന്നവർക്ക് മാത്രമേ സ്വാഭാവികമായിട്ടും PhDക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നുള്ള അവസ്ഥയും നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ നെറ്റിൻ്റെ പരീക്ഷാ പേപ്പറുകൾ ഈ ഡാർക്ക് നെറ്റിലും അതുപോലെ തന്നെ ടെലിഗ്രാമിലും ഒക്കെ കൂടി 6 ലക്ഷം രൂപ വീതം വാങ്ങിക്കൊണ്ട് കൊടുത്തു എന്നാണ് മറ്റൊരു ആരോപണം. അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷകൾ, ഇന്ത്യയിലെ മത്സര പരീക്ഷകൾ മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നു, ടോർപ്പിഡോ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. യുവജനങ്ങളെ പറ്റിക്കുന്നു. യഥാർത്ഥത്തിൽ റാങ്ക് ലിസ്റ്റിലൂടെ കടന്നു വരേണ്ട വിദ്യാർത്ഥികൾ പുറത്താകുന്നു, അയോഗ്യരായിട്ടുള്ളവർ കടന്നു വരുന്നു. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്രയെങ്കിലും പരീക്ഷകളാണ് ഇത്തരത്തിൽ ടോർപ്പിഡോ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 24 ലക്ഷം പേർ പരീക്ഷ എഴുതി. 1,88,398 സീറ്റാണ് ഇന്ത്യയിൽ ആകെപ്പാടെയുള്ളത്. ആ സീറ്റിലേക്കാണ് 24 ലക്ഷം പേരും മത്സര ബുദ്ധിയോടുകൂടി പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതിനകത്താണ് ചരിത്രത്തിലാദ്യമായി 720 മാർക്ക് ലഭിക്കേണ്ട, അതായത് 180 മാർക്കിന് 180 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതം വെച്ച് 720 മാർക്കാണ് ലഭിക്കേണ്ടത്. ആകെ ലഭിക്കാവുന്ന പരമാവധി മാർക്ക്. ആ 720 മാർക്ക് ലഭിക്കുമ്പോൾ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്കായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് 660 മാർക്ക് എന്നാണ്. 660 മാർക്കിന് മുകളിൽ കിട്ടിയവരെ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ 720 മാർക്ക് ലഭിക്കുമ്പോൾ ഇവിടെ ചരിത്രപരമായ വിഡ്ഢിത്തരം എന്ന് പറയുന്നത് 718 കിട്ടിയവരുണ്ട്, 719 കിട്ടിയവരുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ഒരു കോംബോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുകയില്ല. നമുക്കറിയാം, 180 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞാൽ 179 ക്വസ്റ്റ്യനും ശരിയായി ഉത്തരം എഴുതിയാൽ അവർക്ക് ലഭിക്കുന്ന മാർക്ക് 716ആണ്.
അവസാനത്തെ ഒരു ഉത്തരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം നഷ്ടപ്പെട്ടു പോയാൽ ആ ചോദ്യത്തിന് അറിയാത്തതിൻ്റെ പേരിലാണെങ്കിൽ ഉപേക്ഷിച്ചാൽ ആ 716 നിൽക്കും. അതുകൂടി ശരിയാക്കിയാൽ 720 കിട്ടും. ഇനി ആ ഉത്തരം തെറ്റായിട്ട് എഴുതിയാൽ 715 കിട്ടും. പക്ഷേ 718, 719 ഒക്കെയുള്ള മാർക്കുകൾ ഒരു കാരണവശാലും അങ്ങനെ ലഭിക്കുകയില്ല. മാത്രമല്ല ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത് ഗ്രേസ് മാർക്ക് കൊടുത്തു, പരീക്ഷയ്ക്ക് കൃത്യമായ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നാണ്. ഏത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുള്ളത്? ഗ്രേസ് മാർക്ക് കൊടുക്കാൻ എവിടെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിരുന്നോ? അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ വിവാദമായി കേസായി FIR ആയതിനു ശേഷമാണ് പറയുന്നത് 1563 പേർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന്. ഇപ്പോൾ കോടതി ഇടപെട്ടിരിക്കുന്നു. കോടതി പറഞ്ഞിരിക്കുന്നത് പരീക്ഷ നടത്താൻ പറഞ്ഞിരിക്കുന്നു. 30-ാം തീയതി റാങ്ക് ലിസ്റ്റ്, 23-ാം തീയതി പരീക്ഷയും 30-ാം തീയതി റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അടുത്ത മാസം കോടതി വീണ്ടും കേസ് പരിഗണിക്കുകയാണ്. 8-ാം തീയതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. എവിടെ ആര് തീരുമാനിച്ചിട്ട് കൊടുക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ തുടങ്ങി ഇതിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരേ സെൻറ്ററിലുള്ളവർക്ക് നമുക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. 720 മാർക്ക് ഫുൾ മാർക്ക് കിട്ടുക ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടാണ്. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ളത് വെറും 2 പേർക്കാണ്. അതിന് മുമ്പിലത്തെ വർഷം കിട്ടിയിട്ടുള്ളത് ആർക്കും കിട്ടിയിട്ടില്ല. അതിന് മുമ്പിലത്തെ വർഷം 21-ൽ കിട്ടിയിട്ടുള്ളത് വെറും 3 പേർക്കാണ്. പക്ഷേ ഈ പ്രാവശ്യം 67 പേർക്ക് കിട്ടിയിരിക്കുന്നു. ഒരേ സെൻറ്ററിൽ പഠിച്ചിരുന്ന ആളുകൾ 7 പേർക്ക് ഇതുപോലെ തന്നെ എന്താ പറയുന്നത് ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല ഹരിയാനയിൽ വന്ന് പരീക്ഷ എഴുതിക്കുന്ന കുട്ടികൾ ഡൽഹിയിലുള്ളവരും രാജസ്ഥാനിലുള്ളവരും ഉൾപ്പെടെ ഹരിയാനയിൽ വന്ന് പരീക്ഷ എഴുതി ഒരേ സെൻറ്ററിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള സീരിയൽ നമ്പറുകളിൽ അഥവാ രജിസ്റ്റർ നമ്പറുകളിൽ പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് 720 ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നു. ഇതൊക്കെ അപ്രായോഗികമാണ്, അപ്രതീക്ഷിതമാണ്, ഇതൊക്കെ അട്ടിമറിക്കപ്പെട്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർക്കുന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയമായും ധാർമ്മികമായുമായിട്ടുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. ആ സർക്കാർ ഇത് ഏറ്റെടുത്തേ മതിയാവൂ. അതിൻ്റെ ഭാഗമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളതാണ്.